ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ 10th പ്രിലിംസ് റിവിഷന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മിസ്സാക്കരുത്. ഉറപ്പായും കിട്ടുന്ന ഒരുപാട് മാർക്കുകൾ അവിടെ ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉറപ്പായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കുകൾ വെറുതെ നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ തീർച്ചയായും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും കാണുക. മുമ്പ് 2 ക്ലാസ്സുകളാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇന്ന് 3ാമത്തെ ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ ഈ മുമ്പെടുത്ത ക്ലാസ്സുകൾ തീർച്ചയായും കാണാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറ്റുന്ന അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. എങ്ങനെയൊക്കെ ചോദ്യം വരുന്നു ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അധികം ഒന്നും പറയാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും എനിക്കും നല്ല എനർജി കിട്ടുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ വായിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് LDC ബാച്ച്, LGS ബാച്ച് രണ്ടിലും ജോയിൻ ചെയ്യാൻ, ഏതിലെങ്കിലും ജോയിൻ ചെയ്യാൻ, LGSനോ അല്ലെങ്കിൽ LDCക്കോ ഏതിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ ഡീറ്റെയിൽസിന്റെ വീഡിയോയും നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അവിടെ LDC ബാച്ച് ഡീറ്റെയിൽസിനും LGS ബാച്ച് ഡീറ്റെയിൽസിനും രണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം, മിസ്സാക്കരുത്. അടുത്ത പ്രാവശ്യം എന്തായാലും നിങ്ങൾ ലിസ്റ്റിലുണ്ടാവും. അത് LDCക്കായാലും LGSനായാലും ഏതിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിൽ, ജസ്റ്റ് ലിസ്റ്റിൽ വന്നാൽ പോരാ, ആദ്യ റാങ്കുകളിൽ നിങ്ങൾ വരണം. അതിന് വേണ്ട ടിപ്സും ഞാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ 10th നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തീർത്ത് ഞാൻ പറയുന്ന അടുത്ത സ്റ്റെപ്സിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകരുത്, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് ഫുൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ താഴെ ഒരു നമ്പർ എഴുതി വരുന്നില്ലേ, ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം. ഇതിൽ ശരിയായത് ഏതൊക്കെ നമ്മൾ പറയുന്നോ അതൊക്കെ നിങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചു പോകണം. ഇനിയും ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം. അപ്പൊ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ്. അപ്പൊ വേറൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട് അല്ലെ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോറസ് പുരസ്കാരമാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നുള്ള ഒരു ചോദ്യത്തിനും അവിടെ ആൻസർ വന്നു, അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പൊ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പൊ ഇത് ശരിയാണ് കേട്ടോ. ഇന്ത്യൻ വ്യോമസേനയുടെ ഹോണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, അതും ശരിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഹോണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. രാജ്യസഭയിലേക്ക് അനുച്ഛേദം 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. രാജ്യസഭയിലേക്ക് അനുച്ഛേദം 80 ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം, അതും എന്താണ്? ശരിയാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ 4 ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. അപ്പൊ ഒന്നുകൂടെ നമ്മളത് പഠിച്ചിരിക്കണ്ടേ? നമുക്ക് നോക്കാം. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം. അപ്പൊ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ലോറസ് പുരസ്കാരമാണ്. ഈ ഓസ്കാർ പുരസ്കാരം അല്ലെ, കായിക ലോകത്തല്ല, ഓസ്കാർ പുരസ്കാരം ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓസ്കാർ പുരസ്കാരം 2026 ഓസ്കാറും 2025 പഠിച്ചിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ 2025 നോബൽ, 2024 നോബൽ പഠിച്ചിട്ട് പോകണം. രണ്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ. നോബൽ സമ്മാനത്തിന്റെ വീഡിയോ രണ്ടും നമ്മൾ കോഡുകൾ യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണുക. 2025 പഠിക്കണം, 24 രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ 23 പഠിച്ചോ, അതും കോഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3ഉം അറിഞ്ഞു വെച്ചോ, ഒരു മാർക്കും മിസ് ആവണ്ട. പിന്നെ അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ ഞാൻ കോഡിലൂടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പോയി ഒന്ന് കാണുക. ഓക്കെ, സാഹിത്യ പുരസ്കാരങ്ങളും നമ്മൾ കോഡിലൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ മന്ത്രിസഭ ഒന്ന് പോയി മനസ്സിലാക്കുക. പുതിയ മന്ത്രിസഭയെ പറ്റിയിട്ടുള്ള
പറ്റിയിട്ടുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നോബൽ സമ്മാനം എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം, പിന്നെ ഓസ്കാർ പുരസ്കാരം പഠിച്ചിട്ടുണ്ടാവണം, പിന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ, കേരള സാഹിത്യ പുരസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, പത്മ പുരസ്കാരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം, പത്മ പുരസ്കാരങ്ങൾ. ഓക്കെ, പുരസ്കാരങ്ങളിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പത്മ പുരസ്കാരം. പിന്നെ പുതിയതായിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, പുതിയ നിയമനങ്ങൾ നമ്മൾ തീർച്ചയായും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. കറണ്ട് അഫയേഴ്സിലും മിസ്സാവരുത്, മാർക്ക് മിസ്സാവരുതേ. ഓക്കെ, അപ്പൊ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. രാജ്യസഭയിലേക്ക് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇത്രയും പോയിന്റ്സ് എന്തായാലും അറിഞ്ഞു വെക്കണം. പിന്നെ കണക്റ്റഡ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ശരിയാണ്. ഓക്കെ, ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം, ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, 97-98 സമയത്താണ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ കായിക താരവും. അപ്പൊ 2 റെക്കോർഡ് ഉണ്ട് അല്ലെ. ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അദ്ദേഹമായിരുന്നു, ആദ്യ കായിക താരവും അദ്ദേഹമായിരുന്നു. ഓക്കെ, ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ കായിക താരവും രണ്ടും ആരാണ്? രണ്ടും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞതും പിന്നെ ആദ്യത്തെ കായിക താരവുമായ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. ഓക്കെ, ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം 2024 BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരം. അപ്പൊ ഇത് കറണ്ട് അഫയർ ആയിട്ട് വരാം. ഓക്കെ, 2024 BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, 2024 BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള ബഹുമാന സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2013 ആണ് കേട്ടോ. 2013. അപ്പൊ സ്റ്റാമ്പും പഠിച്ചു വെക്കണം. ഓക്കെ, ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള ബഹുമാന സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2013. 2013 പുറത്തിറക്കിയത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആദ്യ കായിക താരവും ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2024 BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരമാണ് ആര്? അതും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള ബഹുമാന സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2013 ആണ്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നതുകൊണ്ട് PSCയുടെ കയ്യിൽ ഈ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇനിയും തിരിച്ചു മറിച്ചൊക്കെ ചോദ്യം വരും. ഓക്കെ, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഏത് പുരസ്കാരമാണ്? ലോറസ് പുരസ്കാരമാണ് അല്ലെ. ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. രാജ്യസഭയിലേക്ക് അനുച്ഛേദം 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരവും ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം അല്ലെങ്കിൽ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. അതുവരെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം, പിന്നെ ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പിന്നെ ആദ്യമായി ലഭിക്കുന്ന കായിക താരവും രണ്ടും ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. പിന്നെ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ആര്?
ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2024 BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരമാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള ആദര സൂചകമായി എന്ത് പുറത്തിറക്കിയത്? സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചോദ്യം വരികയാണെങ്കിൽ 2013. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2013 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 2014 സച്ചിനോടുള്ള ബഹുമാന സൂചകമായി സ്വർണ്ണ നാണയം പുറത്തിറക്കിയ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, 2014 സച്ചിനോടുള്ള ബഹുമാന സൂചകമായി സ്വർണ്ണ നാണയം പുറത്തിറക്കിയ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 2014 സച്ചിനോടുള്ള ബഹുമാന സൂചകമായി സ്വർണ്ണ നാണയം പുറത്തിറക്കിയ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സച്ചിൻ ടെണ്ടുൽക്കറും ബോറിയ മജുംദാറും ചേർന്ന് എഴുതിയ സച്ചിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ. ഓക്കെ, പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ടുള്ള ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വാങ്കഡെ സ്റ്റേഡിയം. അപ്പൊ വെങ്കലം എന്ന് കണ്ട വാങ്കഡെ, വെങ്കലം, വാങ്കഡെ, വെങ്കലം അങ്ങനെ കണക്ട് ചെയ്തോട്ടെ. വാങ്ക വെങ്ക, വാങ്ക വെങ്ക അങ്ങനെ കണക്ട് ചെയ്തോ. ഓക്കെ, സച്ചിന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വാങ്കഡെ സ്റ്റേഡിയം. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറും ബോറിയ മജുംദാറും ചേർന്ന് എഴുതിയ സച്ചിന്റെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഒന്നുകൂടെ 2014 സച്ചിനോടുള്ള ബഹുമാന സൂചകമായി സ്വർണ്ണ നാണയം പുറത്തിറക്കിയ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സച്ചിൻ ടെണ്ടുൽക്കറും ബോറിയ മജുംദാറും ചേർന്ന് എഴുതിയ സച്ചിന്റെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ടുള്ള ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം വാങ്കഡെ സ്റ്റേഡിയം. വെങ്കല വാങ്കഡെ. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. അടുത്തത് നോക്കാം. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിനു നേതൃത്വം നൽകിയ അവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. നോക്കാം. കേരള നടനം ആരാണ്? കേരള നടനം ഗുരു ഗോപിനാഥ് അല്ലേ? ഗുരു ഗോപിനാഥ് ആണ് കേരള നടനം. അപ്പൊ 1, 2. പിന്നെ 2 യക്ഷഗാനം. യക്ഷഗാനം ആരാണ്? യക്ഷഗാനം പാർത്ഥിസുബ്ബനാണ്. യക്ഷഗാനം 4 ആണ് അല്ലെ? യക്ഷഗാനം ആരാണ്? പാർത്ഥിസുബ്ബനാണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല അങ്ങനെ ഓരോന്നൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലെ? നമുക്ക് പഠിക്കാട്ടോ. അതും ഞാൻ പറഞ്ഞു തരുന്നതിനോടൊപ്പം. അപ്പൊ യക്ഷഗാനം എവിടെയാണ്? പാർത്ഥിസുബ്ബൻ. ഓക്കെ, യക്ഷഗാനം പാർത്ഥിസുബ്ബൻ. യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ചോദ്യം വരാറുണ്ട്. കാസർഗോഡാണ്. യക്ഷഗാനം കാസർഗോഡാണ് കേട്ടോ. ഓക്കെ, ചവിട്ടുനാടകം ആരാണ് കൊണ്ടുവന്നത്? പറങ്കികൾ കൊണ്ടുവന്നാണ് അല്ലെ? പറങ്കികൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. അങ്ങനെ അറിയപ്പെടുന്നത് ആരെന്നും ചോദ്യം വരാറുണ്ട്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആര്? അതും ഞാൻ പറഞ്ഞു തരാം. അത് പോർച്ചുഗീസുകാരാണ്. അങ്ങനെ പറയും പഠിക്കാണ്ട്. അപ്പൊ ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ളയാണ്. ചിന്നത്തമ്പി പിള്ള. പിന്നെ ഗുരുമാണി മാധവ ചാക്യാരല്ലുള്ളത്. കൂടിയാട്ടം. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ വരികയാണെങ്കിൽ 1, 2 എന്ന് വരും. 2, 4 എന്ന് വരും. ഇനിയിപ്പോ വേറൊന്നും കിട്ടിയില്ലെങ്കിലും 1, 2, 2, 4 വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് 1, 2, 2, 4 അല്ലെ? ഇനി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. 1, 2. 1, 2 വരുന്ന ഒറ്റ ആൻസറേ ഇവിടെ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി, ആൻസർ കിട്ടും. അതായത് 1, 2 ആണെന്ന് നമുക്കറിയാം. 1ന്റെ ആൻസർ 2 ആണ്. അതായത് 1ന്റെ ജോഡി 2ലാണ് കിടക്കുന്നത്. അപ്പൊ അത് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. 1, 2, 2, 4, 3, 1, 4, 3 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഇതിപ്പോ തന്നെ കാണാതെ പഠിച്ചിട്ട് പോവാ. നമുക്ക് നോക്കാം. കേരള നടനം. കേരള നടനം ആരാണ്? കേരള നടനം ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. കേരള നടനം ഗുരു ഗോപിനാഥ്. കേരള നടനം ഗുരു ഗോപിനാഥ് ആണ്. കേരള നടനം ഗുരു ഗോപിനാഥ് ആണ്. യക്ഷഗാനം. യക്ഷഗാനത്തിന് നേതൃത്വം നൽകിയത് പാർത്ഥിസുബ്ബൻ. യക്ഷഗാനം പാർത്ഥിസുബ്ബൻ. യക്ഷഗാനം പാർത്ഥിസുബ്ബൻ. ചവിട്ടുനാടകം. ചവിട്ടുനാടകം ചാ വെച്ച് കണക്ട് ചെയ്താൽ മതി. ചവിട്ടു അതിലൊരു ചായും ചിന്നത്തമ്പിയിലെ ചായും. ചാ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. പിന്നെ കൂടിയാട്ടം. കൂടിയാട്ടം. കൂടിയാട്ടം ആരാണ്? ഗുരുമാണി മാധവ ചാക്യാരാണ്. ഗുരുമാണി മാധവ ചാക്യാർ. ഗുരുമാണി മാധവ ചാക്യാറാണ് ഏത്? കൂടിയാട്ടം അല്ലെ? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നൊക്കെ അറിയപ്പെടുന്ന ചോദ്യം വരാറുണ്ട്. കൂടിയാട്ടത്തിന്റെ കുലപതി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ. കേരള നടനം ഗുരു ഗോപിനാഥ് ആണ്. യക്ഷഗാനം പാർത്ഥിസുബ്ബൻ. പിന്നെ ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരുമാണി മാധവ ചാക്യാർ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് ഞാൻ പറഞ്ഞു. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഗുരുമാണി മാധവ ചാക്യാർ അല്ല. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ് കേട്ടോ. അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ചോദ്യം വരാറുണ്ട്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നത് ആരാണ്?
അമ്മന്നൂർ മാധവ ചാക്യാർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിനും നേതൃത്വം നൽകിയ അവരുടെ പേരുകളുമാണ്. അപ്പൊ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരള നടനത്തിന് ആരാണ്? ഇത് പിന്നെയും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. കേരള നടനം ഗുരു ഗോപിനാഥ് ആണ്. വൺ വേർഡ് ആയിട്ടും ഇത് ചോദ്യം വരും ഇനി. ഓക്കെ, അപ്പൊ കേരള നടനം ഗുരു ഗോപിനാഥ് ആണ്. യക്ഷഗാനം ആരാണ്? പാർത്തി സുബ്ബൻ. അപ്പൊ യക്ഷിയെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആലോചിച്ചാൽ മതി. ഓക്കെ, യക്ഷഗാനം, യക്ഷിയെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തു കേട്ടോ. യക്ഷിയെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കും, യക്ഷിയെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ യക്ഷഗാനം പാർത്തി സുബ്ബൻ, യക്ഷഗാനം പാർത്തി സുബ്ബൻ, യക്ഷഗാനം പാർത്തി സുബ്ബൻ, യക്ഷഗാനം പാർത്തി സുബ്ബൻ. ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. പിന്നെ കൂടിയാട്ടം ഗുരുമാണി മാധവ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാർ അല്ല, ഗുരുമാണി മാധവ ചാക്യാർ എന്നാണ് കേട്ടോ, ഗുരുമാണി മാധവ ചാക്യാർ. അപ്പൊ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. പിന്നെ യക്ഷഗാനം പ്രചാരത്തിലുള്ളത് എവിടെയാണ്? കാസർഗോഡ് അല്ലെ, കാസർഗോഡ്. കാക്കരശ്ശി നാടകം തിരുവനന്തപുരം, കാക്കരശ്ശി നാടകം തിരുവനന്തപുരം, കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. യക്ഷഗാനം കാസർഗോഡ്. പിന്നെ മീനാക്ഷി കല്യാണം എവിടെയാണ്? മീനാക്ഷി കല്യാണം അത് പാലക്കാടാണ് കേട്ടോ, മീനാക്ഷി കല്യാണം. പിന്നെ പൊറാട്ട് നാടകം അല്ലെ, പൊറാട്ട് നാടകം അതും പാലക്കാടാണ്. മീനാക്ഷി കല്യാണം, പൊറാട്ട് നാടകം അതും പാലക്കാടാണ്. വേലകളി എവിടെയാണ്? ആലപ്പുഴയിലാണ്. വേലകളി ആലപ്പുഴയിലാണ് കേട്ടോ, വേലകളി ആലപ്പുഴ. പിന്നെ നീലം പേരൂർ പടയണി എവിടെയാണ്? അതും ആലപ്പുഴ. കണക്ട് ചെയ്യുക, വേല ആല, അപ്പൊ ആലപ്പുഴ. നീല ആല, നീലം പേരൂർ പടയണി എന്ന് തന്ന മാത്രമാണ് ആലപ്പുഴ. പടയണി പ്രചാരത്തിലുള്ള ജില്ല ചോദിക്കണമെങ്കിൽ അത് പത്തനംതിട്ടയാണ് അല്ലെ, പത്തനംതിട്ടയിലാണ് കേട്ടോ, പത്തനംതിട്ടയിലാണ്. അപ്പൊ അതും പഠിച്ചു വെക്കാം. പിന്നെ ഗദ്ദിക എവിടെയാണ്? ഗദ്ദിക വയനാട്, ഗദ്ദിക, ഗദ്ദിക, ഗദ്ദിക വയനാട്. യക്ഷഗാനം കാസർഗോഡ്. കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. വേലകളി ആലപ്പുഴ. പുലികളി എവിടെയാണ്? പുലികളി തൃശ്ശൂരാണ് അല്ലെ, നമുക്കറിയാം. പുലികളി എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. പുലികളി തൃശ്ശൂരാണ്. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു തോന്നുന്നു അല്ലെ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ആരാണ്? ശക്തൻ തമ്പുരാനാണ് അല്ലെ. തൃശ്ശൂർ പട്ടണത്തിന്റെ ശില്പി അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്ന് ചോദ്യം വന്നത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. പിന്നെ രാജാ കേശവദാസിന്റെ പട്ടണം ഏതാണ്? ആലപ്പുഴയാണ്. രാജാ കേശവദാസിന്റെ പട്ടണം, ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നും ചോദ്യം വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? ഗദ്ദിക പ്രചാരത്തിലുള്ളത് വയനാടാണ്. യക്ഷഗാനം എവിടെയാണ്? ഈ യക്ഷഗാനം കാസർഗോഡാണ്. കാക്കരശ്ശി നാടകം തിരുവനന്തപുരമാണ്. മീനാക്ഷി കല്യാണം, പൊറാട്ട് നാടകം രണ്ടും എവിടെയാണ്? ഇത് രണ്ടും പാലക്കാടാണ്. ഓക്കെ, മീനാക്ഷി കല്യാണം, പൊറാട്ട് നാടകം. പിന്നെ അതുപോലെ തന്നെ പുലികളി എവിടെയാണ്? പുലികളി തൃശ്ശൂരാണ്. വേലകളി ആലപ്പുഴ. നീലംപേരൂർ പടയണിയും ആലപ്പുഴ. പടയണിയിൽ ചോദ്യം വന്ന പത്തനംതിട്ട, പടയണി പത്തനംതിട്ട. പിന്നെ ചോദ്യം വരുന്നത് അർജുന നൃത്തം എവിടെയാണ്? കോട്ടയം. അർജുന നൃത്തം കോട്ടയമാണ് കേട്ടോ, അർജുന നൃത്തം കോട്ടയമാണ്. അർജുന നൃത്തം കോട്ടയം, അർജുന നൃത്തം കോട്ടയം, അർജുന നൃത്തം കോട്ടയം. ഇമ്പോർട്ടന്റ് ആണ്, അതിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അർജുന നൃത്തം കോട്ടയം, അർജുന നൃത്തം കോട്ടയം. യക്ഷഗാനം കാസർഗോഡ്. കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. ഗദ്ദിക വയനാട്. മീനാക്ഷി കല്യാണം പിന്നെ അതുപോലെ തന്നെ പൊറാട്ട് നാടകം രണ്ടും പാലക്കാട്. ഓക്കെ, രണ്ടും പാലക്കാട്. പിന്നെ നീലംപേരൂർ പടയണിയും വേലകളിയും രണ്ടും ആലപ്പുഴ. നീല ആല, വേല ആല, അത്രേ ഉള്ളൂ, കണക്ട് ചെയ്യാനുള്ളത്. വേലകളി എന്ന് പറഞ്ഞാൽ വേല ആല. ഓക്കെ, ആലപ്പുഴ. നീല ആല നീലംപേരൂർ പടയണിയാണ്. പടയണി ചോദ്യം വരും, പടയണി ചോദ്യം വരാറുണ്ട്. പടയണി പ്രചാരത്തിലുള്ള ജില്ല പത്തനംതിട്ടയാണ്. സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ് പടയണി പ്രചാരത്തിലുള്ളത്. ഓക്കെ, ജില്ല ചോദ്യം വരാറുണ്ട്. പടയണി പത്തനംതിട്ടയിലാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, പിന്നെ കാസർഗോഡാണ് കേട്ടോ സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത്. കാസർഗോഡാണ്, കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് കേട്ടോ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കുട്ടനാടിന്റെ കഥാകാരനാണ് തകഴി. കോഴിക്കോടിന്റെ കഥാകാരനാണ് SK പൊറ്റക്കാട്. നിളയുടെ കഥാകാരനാണ് MT. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. പിന്നെ മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കണേ. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്. ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട്. അതിനർത്ഥം ഏറ്റവും മഴ കുറവുള്ള ജില്ല പാലക്കാട് എന്നല്ല. പലരും റോങ് ആയിട്ട് ആൻസർ ചെയ്താണ് ഞാനൊരു ഷോർട്സ് ചെയ്തപ്പോൾ. ഓക്കെ, എന്താണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചൂട് കൂടിയതുകൊണ്ട് മഴ കുറവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കറുപ്പിക്കരുത്. ഏറ്റവും മഴ കുറവ് തിരുവനന്തപുരം ജില്ലയിലാണ്. മഴ ഏറ്റവും കൂടിയ ജില്ല കോഴിക്കോടാണ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. മഴ ഏറ്റവും കുറവ് പാലക്കാടല്ല, പാലക്കാടല്ല. ഓക്കെ, ഞങ്ങൾക്കൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാലക്കാട് ജില്ലയിലല്ല മഴ കുറവ്, തിരുവനന്തപുരത്തിന് കിട്ടുന്നില്ല എന്നല്ല കേട്ടോ. പക്ഷേ
അതായത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരമാണ്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ കോഴിക്കോട് പിന്നെ തിരുവനന്തപുരം. പാലക്കാട് ഡൗട്ട് വരരുത്. അതിന്റെ ഇടയിൽ പാലക്കാട് ചൂട് കൂടിയതാണ് കേട്ടോ. ഏറ്റവും ചൂട് കൂടിയ ജില്ലയ്ക്ക് ചോദ്യം വരികയാണെങ്കിൽ അതാണ് പാലക്കാട് വരുന്നത്. ഓക്കെ, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിലാണ് ഈ സൈലന്റ് വാലി. അപ്പൊ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദ്യം വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചോദ്യം വരാറുണ്ട്. ഓക്കെ, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഓക്കെ, സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്, പാലക്കാട് ജില്ലയിലാണെങ്കിലും അവിടേക്ക് പ്രവേശനം ഏതിലൂടെയാണ്? തമിഴ്നാട്ടിലൂടെ പോയിട്ടാണ് പ്രവേശനം ഉള്ളത്. ഓക്കെ, കേരളത്തിലൂടെ പ്രവേശനം ഇല്ല. പ്രവേശന കവാടം തമിഴ്നാട്ടിലൂടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ജില്ലകളുടെ വിശേഷണങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കട്ടോ. കിഴക്കിന്റെ വെനീസ് ചോദ്യം വരാറുണ്ട്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ശക്തൻ തമ്പുരാന്റെ നഗരം അല്ലെങ്കിൽ ശക്തൻ തമ്പുരാന്റെ പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നും ചോദ്യം വരും. അത് ശക്തൻ തമ്പുരാനാണ്. ഓക്കെ, പിന്നെ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. പിന്നെ ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും തൃശ്ശൂരാണ്. തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ്. കണ്ണൂര്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും കണ്ണൂരാണ്. ഓക്കെ, തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നതും കണ്ണൂരാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ അത് കുട്ടനാട്. അപ്പൊ ഓപ്ഷനിൽ ഏതാണുള്ളത് നോക്കുക. ജില്ലയാണ് ചോദ്യമെങ്കിൽ ഓപ്ഷനിൽ ആരുണ്ടാവും? പാലക്കാട് ഉണ്ടാവും. പാലക്കാടാണ് ആൻസർ വരേണ്ടത്. സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കുട്ടനാടാണ്. കുട്ടനാടിന്റെ കഥാകാരനാണ് നമ്മൾ പഠിച്ച തകഴി. എപ്പോഴാണ് തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ചത്? എപ്പോഴാണ്? 1984 തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചു കോഴിക്കോടിന്റെ കഥാകാരൻ SK പൊറ്റക്കാട്. എപ്പോഴാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്? 80 അല്ലെ? 80 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു നിളയുടെ കഥാകാരൻ MT ആണ്. അപ്പൊ എപ്പോഴാണ് MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത്? MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 1995 MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? M മുകുന്ദൻ. അപ്പം M മുകുന്ദൻ എപ്പോഴാണ് ജ്ഞാനപീഠം ലഭിച്ചത്? M മുകുന്ദന് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല. എല്ലാ കഥാകാരന്മാർക്കും ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല എന്നല്ല, നമ്മളിപ്പോൾ പഠിച്ച ആളുകൾക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് M മുകുന്ദന് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചതും അത് ആലോചിക്കാൻ നിൽക്കണ്ട, ലഭിച്ചിട്ടില്ല. അപ്പൊ ലഭിച്ച ആൾക്കാരിൽ ഒരു എന്തുണ്ടാവണം? ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ഉറപ്പുണ്ടാവണം നിങ്ങൾക്ക് ആർക്കൊക്കെ ലഭിച്ചു എന്ന്. അപ്പൊ ഉറപ്പ് വരുത്തിയാലോ? 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തി ആരാണ്? ആദ്യമായി ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷവും 1965. ആദ്യം ലഭിച്ചതും ഒരു മലയാളിക്കാണ്. ആദ്യം ലഭിച്ച മലയാളിയാണ് G ശങ്കരക്കുറുപ്പ്. അല്ലേ? G ശങ്കരക്കുറുപ്പ്. വാ കുരുവി വരു കുരുവി വാഴത്തൈമേൽ ഇരി കുരുവി. ആരുടെ വരികളാണ്? സോറി, ആരുടെ വരികളാണ്? അത് G ശങ്കരക്കുറുപ്പിന്റെ വരികളാണ് കേട്ടോ. 1980 SK പൊറ്റക്കാടിന് ലഭിച്ചത്. 1980 SK പൊറ്റക്കാട്. 84 തകഴിക്ക് ലഭിച്ചത്. 1984 തകഴിക്ക് ലഭിച്ചു. 1995 MTക്ക് ലഭിച്ചത്. 95 MT. ഓക്കെ, 95 MTക്ക് ലഭിച്ചത്. പിന്നെ അടുത്തത് വരുന്നത് ആരാ? 2007 ONV. 2007 ONV. 2019 അക്കിത്തം അവസാനം ലഭിച്ചത്. അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരെന്ന് ചോദ്യം വരും. അക്കിത്തമാണ് കേട്ടോ. അക്കിത്തം അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളിയാണ് അക്കിത്തം. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ G ശങ്കരക്കുറുപ്പ്. പിന്നെ ഓരോ വർഷങ്ങൾ തന്നിട്ട് തെറ്റായ ജോഡിയൊക്കെ ചോദിക്കും. അപ്പൊ ജോഡികൾ കിട്ടണ്ടേ? അപ്പൊ 1965 G ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം. ഓക്കെ, ക്ലിയർ അല്ലേ? വയലാറിനൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ. വയലാറൊക്കെ ഓപ്ഷനിൽ തരും. അപ്പൊ ശ്രദ്ധിക്കുക. വയലാറിനൊക്കെ എന്തായാലും ലഭിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി ആൻസർ ചെയ്യരുത്. വയലാറിന് ലഭിച്ചിട്ടില്ല, വള്ളത്തോളിന് ലഭിച്ചിട്ടില്ല. അപ്പൊ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ 1965 ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 80 ലഭിച്ചത് SK പൊറ്റക്കാടിനാണ്. പോയോ? 80 ലഭിച്ചത് SK പൊറ്റക്കാടിനാണ്. 84 ലഭിച്ചത് തകഴിക്കാണ്. 95 ലഭിച്ചത് MTക്കാണ്. 2007 ലഭിച്ചത് ONVക്കാണ്. 2019 ലഭിച്ചത് അക്കിത്തത്തിനാണ്. അപ്പൊ ഓപ്ഷനിൽ ആരൊക്കെ തന്നാൽ ശ്രദ്ധിക്കണം. വള്ളത്തോള് തരും കൺഫ്യൂഷൻ ആക്കാൻ, വയലാർ തരും കൺഫ്യൂഷൻ ആക്കാൻ, കുമാരനാശാൻ തരും കൺഫ്യൂഷൻ ആക്കാൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ 65 ആരാണ്? 60. പിന്നെ ഇടശ്ശേരി, അങ്ങനെ പലരും നിങ്ങൾക്ക് തരാണ്ട് കേട്ടോ. അപ്പൊ ആരെ തന്നാലും ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ചങ്ങമ്പുഴ തരും. ഓക്കെ, ചങ്ങമ്പുഴക്കൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ.
ചങ്ങമ്പുഴ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ആരുടെ വരികളാണെന്ന് ചോദ്യം വരാറുണ്ട്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ആരുടെ വാക്കുകളാണ്, ആരുടെ വരികളാണ്? ചങ്ങമ്പുഴയുടെ വരികളാണ് കേട്ടോ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. അവിടെ ഫുള്ള് ഇങ്ങാന്നില്ലേ, അപ്പൊ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി ചങ്ങ. ഓക്കെ, ചങ്ങമ്പുഴയുടെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. അപ്പൊ മറ്റുള്ള വള്ള, ഓക്കെ, വള്ളത്തോളിന്റെ വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം. കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അതും ആരുടെ വരികളാണ്? വള്ളത്തോളിന്റെ വരികളാണ്. വയലാറിൻ്റെത് ഏതാണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അത് വയലാറിന്റെ വരികളാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. അതും വയലാറിന്റെ വരികളാണ്. ഓക്കെ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാറിൻ്റെതാണ്. ആരൊരാളെയും കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. അശ്വമേധത്തിലെ വരികളാണ്, വയലാറിന്റെ വരികളാണ് കേട്ടോ. അശ്വമേധത്തിലെ വരികളാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും, ഈശ്വരനല്ല ഞാൻ മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യൻ. ഇത് ആരുടെ വരികളാണ്? അതും വയലാറിന്റെ വരികളാണ്. ഇതിലേതെങ്കിലുമൊക്കെ കേൾക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ അല്ലേ? എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്കും പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്ന കോഡുകൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, മറ്റുള്ള വള്ള, അപ്പൊ വള്ളത്തോളിന്റെ വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. അതും വള്ളത്തോളിന്റെ വരികളാണ്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം. കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അതും വള്ളത്തോളിന്റെ വരികളാണ്. പിന്നെ വയലാറിന്റെ വരികളും ഇമ്പോർട്ടന്റ് ആണ്. ചങ്ങമ്പുഴയുടെ ഒരു വരി ഞാൻ പറഞ്ഞു തന്നു, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു വരി ഞാൻ പറഞ്ഞു, വാകുരുവി വരുകുരുവി വാഴ കൈമേൽ ഇരികുരുവി. 2019 ലഭിച്ച അക്കിത്തത്തിന്റെ വരിയും ഇമ്പോർട്ടന്റ് ആണ്. വെളിച്ചം ദുഃഖമാണുണ്ണീ തമസ്സല്ലോ സുഖപ്രദം. അതാരുടെ വരികളാണ്? അക്കിത്തത്തിന്റെ വരികളാണ് കേട്ടോ. വെളിച്ചം ദുഃഖമാണുണ്ണീ തമസ്സല്ലോ സുഖപ്രദം, അത് അക്കിത്തത്തിന്റെ വരികളാണ്. പിന്നെ ഈ എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ ചോദിക്കാറുണ്ട് കേട്ടോ. എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ എന്താണ്? എൻ്റെ വഴിയമ്പലങ്ങൾ. ഓക്കെ, എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥയാണ്. പിന്നെ ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഇതൊക്കെ എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളാണ്. ഓക്കെ, പിന്നെ 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ആദ്യമായി ഒരു നോവലിന് ജ്ഞാനപീഠം ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിനാണ്. 1980 ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു നോവലിന് ജ്ഞാനപീഠം ലഭിച്ചത്. ഏതാണ് ആ നോവൽ? ഒരു ദേശത്തിന്റെ കഥയാണ് കേട്ടോ. ഒരു ദേശത്തിന്റെ കഥ. ഏതാണ് ആ ദേശം? അതിരാണിപ്പാടം. ഒരു തെരുവിന്റെ കഥയിലെ തെരുവാണ് മിഠായി തെരുവ്. അങ്ങനെയാണ് അദ്ദേഹം കോഴിക്കോടിന്റെ കഥാകാരൻ. കണക്റ്റഡ് ആണല്ലോ. അപ്പൊ കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട്. നിളയുടെ കഥാകാരൻ MT, കുട്ടനാടിന്റെ കഥാകാരൻ ആരാണ്? തകഴി. ഓക്കെ, കുട്ടനാട് തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലം, അതായത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. ചോദ്യം വരും കേട്ടോ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലവും കുട്ടനാടാണ്. പമ്പയുടെ ദാനം. ഓക്കെ, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. നൈലിന്റെ ദാനം ചോദ്യം വരാറുണ്ട് കേട്ടോ. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. നൈലിന്റെ ദാനം അല്ലെ, നൈൽ നദി നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. അത് നമുക്ക് പഠിക്കാം. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഭാരതപ്പുഴയുടെ അല്ല, ശരിക്കും നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് കേട്ടോ. ഈജിപ്താണ് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പമ്പയുടെ ദാനം കുട്ടനാടാണ്, നൈലിന്റെ ദാനം ഈജിപ്താണ്. പമ്പയുടെ ദാനം കുട്ടനാടാണ്, നൈലിന്റെ ദാനം ഈജിപ്താണ്. ഓക്കെ, നദികളെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ഒന്ന് അറിയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേമ്പനാട്ടുകായലിൽ ചെന്ന് പതിക്കുന്ന നദികൾ ഏതാണ്? മീനയുടെ അച്ഛൻ മാല വാങ്ങാൻ പമ്പയും പെരിയാറും കടന്ന് മൂവാറ്റുപുഴ പോയി അല്ലേ. മീനയുടെ അച്ഛൻ മീനയുടെ അച്ഛൻ മാല വാങ്ങാൻ പമ്പയും പെരിയാറും കടന്ന് മൂവാറ്റുപുഴ പോയി. കിട്ടിയില്ലേ? ഇതാണ് വേമ്പനാട്ടുകായൽ ചെന്ന് പതിക്കുന്ന നദികൾ. മീനച്ചിലാർ, അച്ചൻകോവിലാർ, പമ്പ, പെരിയാർ, മൂവാറ്റുപുഴ. ഓക്കെ, ഇതൊക്കെയാണ് എവിടെ ചെന്ന് പതിക്കുന്ന നദികൾ? വേമ്പനാട്ടുകായലിൽ ചെന്ന് പതിക്കുന്ന നദികൾ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. പഠിച്ചു വെക്കണേ.
മീനച്ചിലാർ. ഓക്കെ, അപ്പോൾ മീനച്ചിലാർ, അച്ചൻകോവിലാർ, പമ്പ, പെരിയാർ, മൂവാറ്റുപുഴ ഇതൊക്കെയാണ് വേമ്പനാട്ടു കായലിൽ ചെന്ന് പതിക്കുന്ന നദികൾ. കോഡ് എന്താണ്? മീനയുടെ അച്ഛൻ മാല വാങ്ങാൻ പമ്പയും പെരിയാറും കടന്ന് മൂവാറ്റുപുഴ പോയി. ഓക്കെ, മീനയുടെ അച്ഛൻ മാല വാങ്ങാൻ പമ്പയും പെരിയാറും കടന്ന് മൂവാറ്റുപുഴ പോയി. ഒരു രണ്ടോട്ടന്റെ കൂടെ പറയോ? മീനയുടെ അച്ഛൻ മാല വാങ്ങാൻ പമ്പയും പെരിയാറും കടന്ന് മൂവാറ്റുപുഴ പോയി. മീനയുടെ അച്ഛൻ മാല വാങ്ങാൻ പമ്പയും പെരിയാറും കടന്ന് മൂവാറ്റുപുഴ പോയി. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതാണ് അത്? ഭാരതപ്പുഴയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദ്യം വരാറുണ്ട്, അത് ചെറുതുരുത്തിയാണ് കേട്ടോ. അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അതുവരെ കിട്ടി. നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ അതുവരെ കിട്ടിയേ. അങ്ങനെ നിളയുടെ കഥാകാരൻ നമ്മൾ പഠിച്ചതാണ് MT ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഓരോന്നും കണക്ട് ചെയ്തൊന്ന് ഓർത്തു നോക്കുക. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? കേരള നടനം ഒരു വട്ടം കൂടെ പറയോ? കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്ഥിസുബൻ, യക്ഷിയെ കണ്ട നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ? യക്ഷിയെ കണ്ട പ്രാർത്ഥിക്കും. ചവിട്ടു നാടകം ചാ വെച്ച് കണക്ട് ചെയ്യുക, ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന് ആരാണ്? ഗുരുമാണി മാധവ ചാക്യാറാണ് മുൻകൈയെടുത്ത് പ്രചാരത്തിലാക്കിയത്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആയി. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. അപ്പൊ യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണെന്ന് ചോദ്യം വന്ന കൂടിയാട്ടത്തെയാണ്. കൂടിയാട്ടത്തെ. ഓക്കെ, അപ്പൊ യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? കൂടിയാട്ടത്തെയാണ് കേട്ടോ. കൂടിയാട്ടത്തെ. യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ചത് കൂടിയാട്ടത്തെയാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ മിഴാവ്, ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം. ഓക്കെ, കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് മിഴാവ്, ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം. പിന്നെ കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം. അത് കിട്ടും അല്ലെ? കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം. കേരള നടനം. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനം. യൂറോപ്പിൽ പ്രചാരത്തിലുള്ള ഓപ്പറ എന്ന സംഗീത നാടകത്തിന്റെ കേരളീയ പകർപ്പായ കലാരൂപമാണ് ചവിട്ടുനാടകം. ചവിട്ടുനാടകം. ചവിട്ടുനാടകം കേരളത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരെന്ന് ചോദ്യം വരും കേട്ടോ. അതാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് ചവിട്ടുനാടകം. ചവിട്ടുനാടകം പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ പറങ്കികൾ കൊണ്ടുവന്നതാണ്. പറങ്കികൾ കൊണ്ടുവന്നതാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. അപ്പൊ അത് ക്ലിയർ അല്ലേ? യൂറോപ്പിൽ പ്രചാരത്തിലുള്ള ഓപ്പറ എന്ന സംഗീത നാടകത്തിന്റെ കേരളീയ പകർപ്പായ കലാരൂപമാണ് ചവിട്ടുനാടകം. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോ ആണ്. യുനെസ്കോ അങ്ങനെ വിശേഷിപ്പിച്ചത് ഏതിനെന്ന് ചോദ്യം വന്നാൽ അത് കൂടിയാട്ടത്തെയാണ്. കൂടിയാട്ടത്തിന് ഇത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. വാദ്യോപകരണങ്ങൾ. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥകളി നടനം. കഥകളി നടനം എന്നറിയപ്പെടുന്നത് കേരള നടനം. അവിടെ തന്നെ കിട്ടും. പിന്നെ സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനം. യൂറോപ്പിൽ പ്രചാരത്തിലുള്ള ഓപ്പറ എന്ന സംഗീത നാടകത്തിന്റെ കേരളീയ പകർപ്പായ കലാരൂപം ചവിട്ടുനാടകം. ക്ലിയർ. അടുത്തത് ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സങ്കീർണമായ ഓർഗാനിക് പോളിമറുകളുടെ ഒരു വിഭാഗമാണ് ഇത്. റിറ്റ്. പിന്നെ ലോകത്തിൽ ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം. ലോകത്തിൽ ആദ്യമായി, ഈ ഒറ്റ പോയിന്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുവേ. എന്താണ്? ലോകത്തിൽ ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലിഗ്നോസാറ്റ്. ഓക്കെ, ലോകത്തിൽ ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ഏത്? ലിഗ്നോസാറ്റ്. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ജപ്പാനിൽ നിന്നുള്ള ഒരു മഗ്നോളിയ മരമായ ഹൊനോക്കിയുടെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞു വെക്കണേ. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞു വെക്കാം. പക്ഷേ ഈ ഡേറ്റ് എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. ജപ്പാനിൽ നിന്നുള്ള ഒരു മഗ്നോളിയ മരമായ ഹൊനോക്കിയുടെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലിഗ്നോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ട തീയതി ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2024 നവംബർ 5-നാണ്. 2024 നവംബർ 5. ലിഗ്നോസാറ്റിന്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9. ലിഗ്നോസാറ്റിന്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് ആണ്
സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയും സുമിറ്റോമോ ഫോറസ്റ്റ് എന്ന കമ്പനിയുമാണ് ലിഗ്നോസാറ്റിന്റെ നിർമ്മാണത്തിന് പിന്നിൽ. ഇതും ജസ്റ്റ് അറിഞ്ഞു വെക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും, പ്രിലിംസിന് വരുമെന്നല്ല, എന്നാലും ഒന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയുടെ സുമിറ്റോമോ ഫോറസ്റ്റ് എന്ന കമ്പനിയും ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയും സുമിറ്റോമോ ഫോറസ്റ്റ് എന്ന കമ്പനിയുമാണ് ലിഗ്നോസാറ്റിന്റെ നിർമ്മാണത്തിന് പിന്നിൽ. വർഷത്തിന്റെ ദുർഘട സാഹചര്യങ്ങളെ തടി എങ്ങനെ അതിജീവിക്കും എന്നതാണ് പ്രധാന ഗവേഷണ ലക്ഷ്യം. അതും അറിഞ്ഞു വെക്കുക കേട്ടോ. വർഷത്തിന്റെ ദുർഘട സാഹചര്യങ്ങളെ തടി എങ്ങനെ അതിജീവിക്കും എന്നതാണ് പ്രധാന ഗവേഷണ ലക്ഷ്യം. ഓക്കെ, അപ്പോ ജപ്പാനിൽ നിന്നുള്ള ഒരു മഗ്നോളിയ മരമായ ഹോനോക്കിയുടെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലിഗ്നോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ട തീയതി 2024 നവംബർ 5 എന്നാണ് വിക്ഷേപിക്കപ്പെട്ടത്. 2024 നവംബർ 5. ഓക്കെ, ലിഗ്നോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ് 2024 നവംബർ 5. ലിഗ്നോസാറ്റിന്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ആണ്. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയും സുമിറ്റോമോ ഫോറസ്റ്റ് എന്ന കമ്പനിയുമാണ് ലിഗ്നോസാറ്റിന്റെ നിർമ്മാണത്തിന് പിന്നിൽ. വർഷത്തിന്റെ ദുർഘട സാഹചര്യങ്ങളെ തടി എങ്ങനെ അതിജീവിക്കും എന്നതാണ് പ്രധാന ഗവേഷണ ലക്ഷ്യം. അടുത്തത്, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വ്യോമാതിർത്തി, ജലാതിർത്തി ഉൾപ്പെടും. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികൾ, ഹൈ കമ്മീഷൻ. ഇത് വരും കേട്ടോ. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികളും ഹൈ കമ്മീഷനുകളും. ഇതൊന്നും എന്തിൽ പെടില്ല? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടില്ല. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. സി ആണ് ആൻസർ കേട്ടോ. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികൾ, പിന്നെ ഹൈ കമ്മീഷനുകൾ. നമുക്ക് നോക്കാം, മനസ്സിലാക്കാനുള്ളതുള്ളൂ. സാമാന്യ ബോധം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യൻ നിവാസികളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും സ്വത്തുകളോ കമ്പനികളോ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നില്ല. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തികൾക്ക് പുറത്തുള്ളതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിന് കീഴിലല്ലാത്തതുമായ ഒന്നും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തികൾക്ക് പുറത്തുള്ളതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിന് കീഴിലല്ലാത്തതുമായ ഒന്നും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിക്കാൻ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുത്തുള്ളൂ. അത്ര കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ അതിർത്തികൾ നമ്മൾ ജസ്റ്റ് പഠിച്ചു വെക്കേണ്ടി വരും കേട്ടോ. എത്ര രാജ്യങ്ങളുമായി, അതായത് ഏറ്റവും ബേസിക് ആണ്. നിങ്ങൾക്ക് ചോദ്യം വരും, എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. അതിൽ 7 രാജ്യങ്ങളുമായി കരാതിർത്തി പങ്കിടുന്നു. ഇത് അതിർത്തിയാണ് കേട്ടോ. 2 രാജ്യങ്ങളുമായി എന്താണ്? സമുദ്ര അതിർത്തി പങ്കിടുന്നു. ഓക്കെ, ശ്രീലങ്ക, മാലിദ്വീപ്, അതാണ് ഈ 2 രാജ്യങ്ങൾ. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈന. അതൊക്കെ ചോദ്യം വരാറുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. പക്ഷെ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ് കേട്ടോ. ബംഗ്ലാദേശ്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ, ശ്രദ്ധിച്ച് പഠിക്കുക, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം എന്ന് ചോദ്യം വന്ന ആ രാജ്യത്തിന് അത്ര വലുപ്പമുണ്ട്, അത് ചൈനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ചൈനയുമായിട്ട് കുറെ അതിർത്തി പങ്കിടുന്നില്ല. അതായത് ഇത് ഇന്ത്യ, ചെറിയൊരു സാധനം, ഇതാണ് ചൈന, പക്ഷെ ഇത്ര അതിർത്തിയെ പങ്കിടുന്നുള്ളൂ. പക്ഷെ ബംഗ്ലാദേശ് ഇത് ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇത് തൊട്ടിട്ട് ഇതുവരെ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ എന്താണ്? ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. ഓക്കെ, ഏറ്റവും വലിയ അയൽ രാജ്യം ഈ ചൈനയാണ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയും ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലദ്വീപുമാണ്. ഓക്കെ, എന്നാൽ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാലാണ് ഭൂട്ടാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലദ്വീപാണ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാലാണ് ഭൂട്ടാൻ. പലർക്കും ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, ഭൂട്ടാൻ അല്ലേ ആൻസർ വരാന്ന്. മാലദ്വീപാണ് ഏറ്റവും ചെറിയ രാജ്യം. ഓക്കെ, മാലദ്വീപാണ് ചെറിയ രാജ്യം. ഭൂട്ടാൻ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ്. പിന്നെ നമ്മൾ പഠിച്ചു ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്നതോ അഫ്ഗാനിസ്ഥാൻ ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ. ഇത്രയെങ്കിലും ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. അപ്പൊ 9 എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്നാണ് ചോദ്യമെങ്കിൽ അത് 9 ആണ്. എത്ര രാജ്യങ്ങളുമായി ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നു എന്നാണ് ചോദ്യമെങ്കിൽ അത് 7 ആണ്. ഓക്കെ, എത്ര രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നു എന്നാണ് ചോദ്യമെങ്കിൽ അത് 2 ആണ്. ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ബേസിക് ആയിട്ടൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളും അല്ലാതെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു പോയ അത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തത് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം, ഒന്ന് പെട്ടെന്ന് വായിച്ചു പോവുക. പിന്നെ ഞാൻ പറയുന്നു, പുതിയ കാര്യങ്ങൾ മാക്സിമം പഠിക്കാതിരിക്കാൻ നോക്കാം. പുതിയത് വാരി വലിച്ച് അത് ഞാൻ പഠിച്ചിട്ടില്ല, ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ലാസ്റ്റ് ടൈമിൽ ഇരുന്ന് പഠിക്കരുത് എന്നല്ല, മുമ്പ് പഠിക്കണമായിരുന്നു. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈമിൽ പുതിയത് ഒരുപാട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പഴയതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയത് പെർഫെക്റ്റ് ആണ്, ഇനി വേണമെങ്കിൽ എനിക്ക് പുതിയത് പഠിക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, പഴയത് തൊടാതെ പുതിയതിൽ പോയി തുടരുത്. പഴയത് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയി റിവിഷൻ ചെയ്യണം. പഴയതിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും തിരിച്ചും മറിച്ചും കുഴച്ചും എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിനാദ്യം പഴയത് നിങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കണം. ഓക്കെ, പഴയതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, പഴയത് സെറ്റ് ആവണം. അതിനാണ് നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യണം. ജസ്റ്റ് ബ്ലർന്ന് വായിച്ചു വിടരുത്, നല്ല അടിപൊളിയായിട്ട് തന്നെ റിവിഷൻ ചെയ്യണം, പെർഫെക്റ്റ് ആവണം. ഞാൻ പിന്നെയും പറയുന്നു, പെർഫെക്റ്റ് തന്നെ ആവണം. അതായത് പഠിച്ച ചോദ്യങ്ങൾ തെറ്റുമ്പോൾ ഒരു മാനസികാവസ്ഥ ഉണ്ട്, അത് വരരുത്, സങ്കടപ്പെടരുത്. അതിനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്, നല്ല ഇടങ്ങാറാവും. ഓക്കെ, ആ സമയത്ത് നല്ല മനസ്സിന് നല്ല വേദനിക്കും. ഇത്രയും ഞാൻ പഠിച്ച കാര്യങ്ങളാണല്ലോ ദൈവമേ എനിക്ക് തെറ്റുന്നതും നിങ്ങൾക്ക് തോന്നിപ്പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ തെറ്റിക്കരുത്. അതിന് നിങ്ങൾ ഇപ്പൊ തന്നെ സമയമെടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. റിവിഷന് നല്ലോണം സമയം മാറ്റി വെച്ചോ. എത്ര സമയം നിങ്ങൾക്ക് കിട്ടുന്നു അത്രയും റിവിഷൻ ചെയ്തോ. പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് നോക്കി നോക്കുക. കറണ്ട് അഫയേഴ്സ് 3000 കറണ്ട് അഫയേഴ്സ് വെച്ചിട്ട് അത് ഇങ്ങനെ ഇരുന്ന് വായിക്കാനല്ല, കറണ്ട് അഫയേഴ്സിന്റെ സംഭവങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. എന്റെ ബാച്ചിൽ ഇതുവരെ ഞാൻ കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ കൊടുക്കാറില്ല. അതായത് ഇന്ന് ഇത്ര 300 ചോദ്യങ്ങൾ, ഇന്ന് 100 ചോദ്യങ്ങൾ, ഞാൻ ഒരു ബാച്ചിലും അങ്ങനെ ഞാൻ കൊടുക്കില്ല. അത് എനിക്കറിയാം, അത്രയും ചോദ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ, അതായത് അങ്ങനെ പഠിപ്പിക്കാൻ എനിക്കറിയാം. പക്ഷെ അത്രയും കാര്യങ്ങൾ അവർക്ക് മൈൻഡിൽ വെക്കുക എന്നുള്ളത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഓർക്കുമ്പോൾ അവർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ തൊഴിൽ വാർത്തയൊക്കെ റെഫർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെയും ഞാൻ മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരത് പഠിച്ചെടുത്തോളും. ഓക്കെ, അതാണ് നിങ്ങളും ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഠിക്കുക. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ LDC LGS ബാച്ചിന് പറ്റിയ ടൈമാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ജോയിൻ ചെയ്യാൻ മിസ്സാക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. LDC LGS ഏതിനെങ്കിലും ഒന്നിന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് ഒരു ചാൻസ് ആവും, പലരുടെയും ലാസ്റ്റ് ചാൻസ് ആവും, ചിലപ്പോൾ പലരുടെയും തുടക്കമാവും. ആദ്യം തന്നെ കയറാൻ സാധിക്കട്ടെ. ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ബാച്ചിലൊന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, പലരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ മിസ്സാക്കരുത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നീടൊന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100%, 101% നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ ജോയിൻ ചെയ്യേണ്ട സ്റ്റെപ്സും അവർ പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ആയാൽ നമ്മൾ തന്നെ, അതായത് ആ നമ്പറിൽ നിന്ന് തന്നെ നിങ്ങളെ ആഡ് ചെയ്തിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യും, നിങ്ങൾ ആഡ് ആയിട്ടുണ്ടെന്നും അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്നും നിങ്ങളെ ഇൻഫോം ചെയ്യും. ഇനി അതല്ല, അതായത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പിനുള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ സൈൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പൊ ബാച്ച് മാറിപ്പോയത് ശ്രദ്ധിച്ചെടുക്കുക. ഓക്കെ, LDC പഠിക്കാൻ വേണ്ടിയിട്ട് LGSന്റെ ബാച്ച് പോയി എടുക്കരുത്, LGS പഠിക്കാൻ വേണ്ടിയിട്ട് LDCയുടെ ബാച്ചും പോയി എടുക്കരുത്. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ കോഴ്സ് പോയി എടുക്കുക. അപ്പൊ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പ്രിലിംസ് സിമ്പിളായി ക്രാക്ക് ചെയ്ത് മെയിൻസും കൂടെ തീർച്ചയായിട്ടും ഉറപ്പാക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.